റബേക്കയുടെ അനിയത്തി പുതിയ കാമുകിയായിരിക്കും. വീട്ടിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പ ഞങ്ങക്ക് അവസരം തരാണ്ട് നീ കണ്ടുപിടിച്ച്. ഇവിടെ എന്താണ് സംഭവിക്കണത്? അപ്പ കണ്ടുപിടിച്ചത് കാമുകിയല്ലേ? അല്ല അമ്മ, ഇത് കണ്ട. എന്നാ പിന്നെ ഇവിടെ ഒരു എലിയുണ്ട്, അതിനെ കൂടി കണ്ടുപിടിക്കടാ. എന്നിങ്ങനെ അപമാനിക്കണോ? നീ എന്താണ് കണ്ടുപിടിച്ചത്? കള്ളോട്ടുണ്ട്. അതിവിടെ ഒരാള് കണ്ടുപിടിച്ചിട്ട് നിലത്തേക്കാൻ പറ്റണല്ല. അത് പണ്ടുകൊണ്ട്. പിന്നെ അന്ന് കള്ളു കൊടുത്ത് ഓട്ടിയത്, ഇന്ന് കള്ള ഓട്ടായി. ഇത് കണ്ട അണുബോംബാണ്. അത്രയൊക്കെ വേണോ? ഒരു നാട്ടിലെ 80 ഓട്ടുവരെയുണ്ട്. എങ്ങനെ മനസ്സിലായി? ഒരേ കുടുംബ പേരാണ്. എടാ, മോനായോണ്ട് മണ്ടനാണെന്ന് പറയാൻ പറ്റണല്ല. ഇവിടെയാണെങ്കിൽ നടക്കും. ഭായിമാര് ഒരുമിച്ച് താമസിക്കണല്ലേ ഒരേ പേരില്. ഒരു കാര്യം പറയാ, ഇത് പുറത്തു പറയണ്ടട്ടാ. അതെന്തോ? ഒരാളിവിടെ പുറത്തു വിട്ടിട്ടുണ്ട്. അയാളുടെ അവസ്ഥ അത് പിന്നെ വറവത്തൂർ കനവിലെ ശ്രീനിവാസൻ. எனக்கு நிற்க முடியல, நடக்க முடியல. பெரிய 2 குண்டிக்குள்ள இருக்குதுன்னு தோணுது. நான் இப்ப சாவு பாபா. അയ്യോ, വോട്ടിങ്ങിന്റെ സമയത്ത് എല്ലാ പാർട്ടിയുടെയും ആൾക്കാർ ആ ബൂത്തിനകത്തുണ്ടാവും. ആ ഉണ്ടാവും. അമ്മക്ക് എങ്ങനെ അറിയാ? ഞാൻ ഇരുന്നിട്ടുണ്ടാ ബൂത്തില് അല്ലേ? എല്ലാ ചെക്കിങ് കഴിഞ്ഞ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. പിന്നെ കള്ളോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കഴിവേടാണ്. അത് ശരിയാണല്ലോ. കള്ളോട്ട് ചെയ്തെന്ന് പറഞ്ഞവര് തന്നെയാണ് ഇപ്പൊ ആ സ്ഥലത്ത് ഭരിക്കണതും. സെൽഫ് കോളാ. എന്തേ കള്ളോട്ട് ചെയ്തവർക്ക് ഈ പ്രാവശ്യം കള്ളോട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ചിലപ്പോ കള്ളോട്ട് ചെയ്യാമെന്നവര് നമ്മുടെ പാർട്ടിക്ക് ചെയ്യൂന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ജയിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് അത് മറ്റൊരാളാണ്. ആടാ, ദേ ഇതിവിടെ വെച്ചി. അതെന്താ? എനിക്ക് ശ്രീനിവാസനാവണ്ട. നന്നായി. അവസാനം നിന്റെ അടുത്ത് വല്ല രേഖയും ചോദിച്ചിരുന്നെങ്കി അപ്പതേ ഇങ്ങനെ കാണിക്കും. ഒന്നും എനിക്ക് വല്ല കുഴപ്പമുണ്ടാന്ന്. കുഴപ്പമുണ്ട്. ആ ബൂത്തിലിരിക്കണവര് മര്യാദക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നു. കള്ളോട്ട് ചെയ്തവനെ പിടിച്ചൂടെ?